ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഡെലിവറി ഒക്കെ ബാഗ് പാക്ക് ചെയ്യാനുള്ള ഒരു ഡേ എത്തി വന്നിരിക്കുകയാണ്. സോ അങ്ങനെ ബാഗ് പാക്കിംഗ് വീഡിയോ ഒന്ന് ചെറുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 9th മന്ത് സ്റ്റാർട്ടായി. അപ്പോൾ 9th മന്തിൽ എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയൊക്കെ ഉടുത്ത് 1-2 ഫോട്ടോസൊക്കെ ഒരു സ്വീറ്റ് മെമ്മറിക്ക് വേണ്ടി എടുത്തു. പിന്നെ ബാഗ് പാക്കിംഗ് വീഡിയോസ് കുറേ പേര് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊന്നും വലുതായിട്ടൊന്നും എനിക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഞാനൊന്നും നടത്തിയിട്ടില്ല. എൻ്റെ അടുത്തുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ 3 സെറ്റ് ഓഫ് ഗൗൺ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ നോർമൽ നൈറ്റി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നേഴ്സും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കൂടെയുള്ള ബൈസ്റ്റാൻഡറിന് ഒരു ബുദ്ധിമുട്ടും വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓരോ ഗൗണും അതിൻ്റെ കൂടെ ഉള്ള ഇന്നേഴ്സും ഓരോ കവറിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കവർ എടുക്കുമ്പോഴത്തേക്കും എനിക്കുള്ള എല്ലാ ഡ്രസ്സും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഈസി ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഓരോരോ കവറിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്, ഓരോരോ ഗൗണും ഇന്നേഴ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ ബൈസ്റ്റാൻഡർക്ക് പറഞ്ഞും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഡ്രസ്സ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ ടവൽ എന്തായാലും നമുക്ക് വേണമല്ലോ, ഒരു ടവൽ വേണം. പിന്നെ സോപ്പ് വേണം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. പിന്നെ ടിഷ്യൂസ്, ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ബേബിക്ക് വേണ്ടിയിട്ടുള്ളത് ബേബി വന്നതിന് ശേഷം മാത്രമാണ്. വെറ്റ് ടിഷ്യൂവും ഡ്രൈ ടിഷ്യൂവും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. പിന്നെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസും കൂടെ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ എന്തായാലും നമുക്ക് സാനിറ്ററി നാപ്കിൻ വേണം. അപ്പോൾ അതിന് വന്നിട്ട് ഈ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാഡാണ്. ആഫ്റ്റർ ഡെലിവറി നമുക്ക് എന്തായാലും പാഡ് ആവശ്യമാണ്. അപ്പം അതിന് ഞാൻ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല കംഫോർട്ട് തരുന്നത് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സാധനങ്ങൾ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ലോഷനും കാര്യങ്ങളൊക്കെ. വലുതായിട്ടൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ വലിയ കാര്യങ്ങളും ലോഷനും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ 2 സൈഡിൽ തലയൊക്കെ കെട്ടിയാണ് നമ്മൾ ഓട്ടിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു റിബണൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു കുഞ്ഞു ബാഗിലാണ് വെച്ച് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് അന്ന് ഇടാനുള്ള ഡ്രസ്സ്, ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇടാനുള്ള ഡ്രസ്സും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പട്ടിയാല ടൈപ്പ് ഒരു ലൂസായിട്ടുള്ളൊരു പാൻറ്റും, പിന്നെ എനിക്ക് ബിക്കോസ് കംഫർട്ടബിളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഒരു ടോപ്പും അതിന് കൂടെ ഉള്ളൊരു ഷോളും, ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് കംഫർട്ടബിളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ലൂസായിട്ടുള്ളത് കൊണ്ട് എനിക്കത് കംഫർട്ടബിളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് വന്നിട്ട് ഞാൻ പോകുന്നത് വരെ എൻ്റെ ഡ്യൂട്ടി ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലീനിങ്, കുക്കിംഗ്, എല്ലാ കാര്യങ്ങളും ഒക്കെ എന്നെക്കൊണ്ട് പറ്റും പോലെ വീടൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. എവിടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് വീട് ഷുഡ് ബി നീറ്റ്. നമ്മൾ തിരിച്ച് വന്ന് കയറുമ്പോഴത്തേക്ക് ആ ഒരു നീറ്റ്നെസ്സും ആ ഒരു പെർഫെക്റ്റ് ആംബിയൻസൊക്കെ വേണമെന്നുള്ള നിർബന്ധമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ ഞാൻ എല്ലാം ഒന്ന് നീറ്റാക്കിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഡെലിവറിക്ക് ശേഷം എന്തായാലും എൻ്റെ അമ്മയും മദർ ഇൻ ലോയും കൂടെ ആയിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് പറ്റും പോലെ എല്ലാം ക്ലീനിങ്ങൊക്കെ ചെയ്ത് ഒതുക്കി എല്ലാ സാധനങ്ങളും എവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. കിച്ചനൊക്കെ ഞാനിനി അവരെ ഏൽപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് അവരാണല്ലോ ഇനി കുക്ക് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ലേബിളൊക്കെ ചെയ്ത് ഞാൻ പെർഫെക്റ്റ്ലി വെച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ പോകണേൻ്റെ അന്ന് രാവിലെ മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂൾ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്ത് വിട്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും നമ്മളുടെ നോർമൽ തിങ്സും പിന്നെ അതും കൂടെ തന്നെ ഫയലും, നമ്മുടെ സ്കാൻ റിപ്പോർട്ട്, ബ്ലഡ് റിപ്പോർട്ട്, അല്ലാത്ത ഡോക്ടറിൻ്റെ പ്രിസ്ക്രൈബ് ചെയ്ത ഫയലും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തു വെച്ചു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം റെഡിയായി. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് രാവിലെ പോവാണ്. ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ഇതാണ് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഹാൻഡിൽ ബാൻഡൊക്കെ അവരിട്ടതിന് ശേഷം ഉള്ള ഒരു വ്യൂ. ഭയങ്കര ടെൻഷനിലാണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. ഇന്ന് അഡ്മിറ്റ് ആവണം. നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ സർജറി വച്ചിരുന്നത്. സി സെക്ഷൻ തന്നെയാണ്. ബിക്കോസ് ആദ്യത്തത് സി സെക്ഷൻ ആയതുകൊണ്ട് ഇതും സി സെക്ഷൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ അഡ്മിറ്റൊക്കെ ആയതിനു ശേഷം ഉള്ള 1-2 ഫോട്ടോസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അവർ OTൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് തന്നത്. അങ്ങനെ ഫ്രഷായി ഞാൻ രാവിലെ തന്നെ അന്ന് എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ചിട്ട് OT ഡ്രസ്സൊക്കെ ഇട്ടു.
പിന്നെ കനോലൊക്കെ അവർ കയ്യിൽ കുത്തി തന്നു. പിന്നെ ഭയങ്കര ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എനിക്കറിയാം ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഊട്ടിയിലോട്ട് എന്നെ കയറ്റി. അപ്പോൾ അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഇറ്റ്സ് എ ബോയ് ബേബി. അങ്ങനെ നമുക്കൊരു ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. 1-2 ഫോട്ടോസൊക്കെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിരുന്നു. ഇനി ബോയ് ബേബിയെ കാണണ്ടേ. ഇതാണ് ഞങ്ങളുടെ ബോയ് ബേബി. പുള്ളിക്കാരൻ നല്ല ഉറക്കമായിരുന്നു ആ ഒരു സമയത്ത്. ഇനി പതുക്കെ അവൻ്റെ എൻ്റെ ഒരു സ്ലീപ്ലെസ് നൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.